ഖുർആൻ, അസ്തിത്വത്തിൻ്റെ കാണാപ്പുറങ്ങൾ. നിയത്തിലെ സയൻസ് വിശദീകരിക്കുന്ന ഹിമാലയൻ മാസ്റ്റർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജുദൈറ ജെബിൻ. ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. കൂടാതെ ഞാനൊരു ഹാഫിലത്തും കൂടിയാണ്. നമസ്കാരം മാസ്റ്റർ. ഖുറാനിൽ ധാരാളം നിഗൂഢ വിദ്യകൾ ഒളിഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിദ്യ ഏതാണ്? ഖുറാനിൽ വിദ്യകളുടെ ഒരു പ്രളയമാണ്. ഒരു കടൽ പോലെയാണ് വിദ്യകൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഭൗതികമായിട്ടും അല്ലാതെയുമായിട്ടും യൂണിവേഴ്സൽ വിദ്യകൾ ഒളിഞ്ഞു കിടക്കാം. എനർജി വേൾഡിലെ വിദ്യകളുമായിട്ട് ഖുറാനിലെ ഏറ്റവും പ്രസക്തമായ വിദ്യ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനിഗൂഢമാണ്, ഏറ്റവും പവർഫുള്ളാണ്. അതിനപ്പുറത്തേക്ക് ഒരു വിദ്യയില്ല. അതെന്താണ്? ഉടനീളം പറഞ്ഞു വെച്ചേക്കാണ് ആ വിദ്യയെ വളരെ നിഴലായിട്ട് ക്വാണ്ടം ഫിസിക്സിലൂടെ, ക്വാണ്ടം തിയറി അറിഞ്ഞാൽ തലയിൽ കയറുള്ളൂ. ക്വാണ്ടം ഫിസിക്സ്, മെറ്റാഫിസിക്സ്, രൂപീകരണ സിദ്ധാന്തം അറിയണം. അതായത് നമ്മുടെ ശബ്ദങ്ങൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ നിയത്ത് പോയി രൂപീകരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഇത് ബിലീവിനെസ്സിലേക്ക് കടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വിസ്ഫോടനം, അതാണ് നിയത്ത്. അപ്പോൾ ഈ വിദ്യകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിയത്താണ്. അതുകൊണ്ട് ഖുർആൻ എന്ത് ചെയ്തു? ഓരോ പേജിലും ഓരോ കാര്യങ്ങളും അടിവരായിട്ട് പറഞ്ഞേക്കാണ് നിയത്ത് ചെയ്യൂ. പറഞ്ഞിട്ടുള്ള തുമാര നിയത്ത് സൈനൈ. തമാശക്കാണെങ്കിലും ഉടക്കേണ്ടിലും പറയും തുമാര നിയത്ത് സൈനൈ. നിന്റെ നിയത്ത് ശരിയല്ല, അതുകൊണ്ട് കാര്യം നടത്തില്ല. ഇവർ അറിഞ്ഞിരിക്കുന്നത് എന്തിനും നിയത്തില്ല. നോമ്പിനായാലും നമസ്കാരത്തിനായാലും നിയത്തില്ലാത്ത ഒന്നുമില്ല. തുടക്കം നിയത്തിക്കില്ല. അവിടെ തന്നെ ഒരു വിസ്ഫോടനമാണ്. ഈ നിയത്ത് എന്താണ്? വെറുതെ പറച്ചിലല്ല. അവിടെയാണ് ഈ കുഴപ്പം മുഴുവൻ. ഖുർആനിൽ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളെയും ഭൗതികത്തെയും അത്ഭുതങ്ങളെയും 2 സെക്ഷനായിട്ട് വളരെ വിചിത്രമായിട്ട് തിരിച്ചേക്കാണ്. സയൻസിന്റെ ട്രാക്കിൽ നിന്നുകൊണ്ട് ഭൗതികരമായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം, നിഗൂഢമായിട്ടുള്ളത് സയൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഫറള്, സുന്നത്ത്. ആദ്യം അതറിഞ്ഞിരിക്കണം. നിയത്ത് മനസ്സിൽ കരുതുക എന്നുള്ളത്, കരുതുക, സങ്കല്പശക്തി. മനസ്സിൽ കരുതുക എന്നുള്ളത് ഫറള്, നിർബന്ധമാണ്. മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വായ് കൊണ്ട് ചെറുതായിട്ട് മന്ത്രിക്കുക, അല്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ പറയുക എന്നുള്ളത് സുന്നത്ത്. അതായത് അത്രയും കൂടെ നിർബന്ധമില്ല എങ്കിൽ പോലും നല്ലതാണ് എന്നുള്ളത്. ഫറള് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്, അടിവരായിട്ടതാണ്. അത് ചെയ്തേ പറ്റും. അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. അതിനാണ് ഫറള് എന്ന് പറയുന്നത്. അത് നിർബന്ധമാണ്. അവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല. മറ്റത് സുന്നത്താവുമ്പോൾ എക്സ്ക്യൂസ് ഉണ്ട്, കുറെ ഓപ്ഷൻ ഉണ്ട്, നമുക്കൊന്ന് മാറ്റി നിർത്താം. ഇതെന്ത് ഇങ്ങനെ വന്നേക്കണേ? ഈ മനസ്സിൽ കരുതുന്നത് ഫറളായി. എല്ലാത്തിനും എന്തുകൊണ്ട് ഫറളാക്കിയില്ല? മനസ്സിൽ കരുതുക എന്നുള്ളത് നമ്മുടെ മൈൻഡ്, നമ്മളുടെ ബ്രെയിൻ കംപ്ലീറ്റ് ഈ പീനിയൽ ഗ്ലാൻഡിന്റെ ഊർജം ചിത്രങ്ങളെയേ സ്വീകരിക്കുള്ളൂ. പീനിയൽ ഗ്ലാൻഡിലേക്ക് ചിത്രങ്ങളായിട്ട് എങ്ങനെ പരിണമിക്കും? അപ്പൊ നമ്മൾ വചനം പറയുന്നു, ആ വചനം കൺവേർട്ടായി ചിത്രങ്ങളിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. എന്നിട്ട് ഇതിലേക്ക് കയറും. ആ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന എല്ലാം തന്നെ അറിഞ്ഞിരിക്കുന്നതല്ലേ, A to Z, എന്നാലും പിടിയിട്ടു. ഇത് നേരിട്ട് നമ്മൾ ചിത്രത്തിലേക്ക് കിടക്കാം. മനസ്സിൽ കരുതാൻ പറഞ്ഞു, ഞാൻ ഇന്ന ക്രിയ ചെയ്യാൻ പോകുന്നു, ഇന്ന കൃത്യം ചെയ്യാൻ പോകുന്നു, ഇന്ന വേല ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമസ്കരിക്കാൻ പോകുന്നു. എന്ത് കാര്യത്തിനും നിയത്ത് ചെല്ലുക. അതായത് മനസ്സിൽ കരുതുക. മനസ്സിൽ കരുതുന്നതിനാ അത് മനസ്സിൽ അങ്ങോട്ട് കരുതിയച്ചമായി സങ്കല്പമായിട്ട് കൊടുക്കാം. ഈ സങ്കല്പത്തിന്റെ പ്രത്യേകത എന്താണ്? സങ്കല്പത്തിന്റെ പ്രത്യേകത ഡയറക്റ്റ് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഇടയ്ക്ക് ആരുമില്ല, ഇടയ്ക്ക് മൂന്നാമതൊരാളേ ഇല്ല. ഈ നിൽക്കുന്ന റൂഹ് അല്ലെങ്കിൽ ആത്മാവ്, ഒരു മനുഷ്യൻ റൂഹല്ല, ആ റൂഹിൽ നിന്നും നമ്മളുടെ ചിന്തകൾ തരംഗമായിട്ട് ഡയറക്റ്റ് യൂണിവേഴ്സിന്റെ കേന്ദ്ര ബിന്ദുവുണ്ട്. പ്രപഞ്ചത്തിന്റെ ഭൗതികവും ഭൗതികമല്ലാത്തതും അതിവിശാലമാണ്. കണ്ടുപിടിച്ചിട്ടില്ല സയൻസ്. ഒരു നക്ഷത്രത്തിൽ നിന്ന് ഒരു നക്ഷത്രം വരെയുള്ള ദൂരം അളക്കാൻ പറ്റിയിട്ടില്ല, എഴുതാൻ പറ്റില്ല. അത്രയ്ക്ക് സീറോ ഇടേണ്ടി വരും. ട്രില്യൺ, സില്യൺ, പിന്നെ എണ്ണാൻ പോലും പറ്റില്ല. യൂണിവേഴ്സ് ഇത്ര ഉണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടോ? ഭൂമി ഉരുണ്ടതാണ് അതിന്റെ വ്യാസാർദ്ധവും അതിന്റെ റേഡിയസ് എല്ലാം പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ ആരെങ്കിലും പറഞ്ഞിട്ടോ വരെ? ഒരു സയൻസിനും പറയാനേ പറ്റിയിട്ടില്ല. അസംഭവമാണ്, ഇംപോസിബിൾ. കാരണം എല്ലാം കണ്ടുപിടിക്കുന്നത് നടപ്പാവില്ല. കാരണം പ്രകാശത്തിന്റെ വേഗത പോലും അതിനെ അതിജീവിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചിട്ടില്ല. പ്രകാശ വേഗതയെ അതിജീവിച്ചു ഇന്ന ആൾ, അല്ലെങ്കിൽ ഇന്ന വസ്തു, അല്ലെങ്കിൽ ഇന്ന സാധനം പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എവിടെ നിന്ന് ഈ 5% നിന്നാണ് ഈ വിവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്? കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത് ഇല്ല എന്ന് വിചാരിക്കപ്പെടും അല്ലേ? അപ്പൊ കറണ്ടിനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു കറണ്ട് ഇല്ല എന്ന് പറയോ? ഒന്ന് തൊട്ട് നോക്കാൻ പറയും. അപ്പൊ തന്നെ തീരുമാനമായി കറണ്ട് അല്ലേ? അല്ലെങ്കിൽ കാറ്റെന്ന ഫോഴ്സുകളൊക്കെ തന്നെ അദൃശ്യമാണ്, എനർജിയാണ്. കാറ്റിനെ കാണാൻ പറ്റുന്നില്ല, ഇലകൾ ചലിക്കുന്നുണ്ട് അല്ലേ? ഭൂമി കറങ്ങുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇവിടെയാണ് വേഗതയും ഒക്കെ വരുന്നത്. അപ്പോൾ നിയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ സങ്കല്പമായിട്ട് കൊടുക്കുന്നു. സങ്കല്പത്തിന്റെ എന്താണ്? യൂണിവേഴ്സിലേക്ക് കണക്റ്റഡ് ആയി എന്താ സംഭവിക്കുന്നത്? സങ്കല്പമായിട്ട് കൊടുക്കുമ്പോൾ അത് ആൽഫയോ തീറ്റയോ ഡെൽറ്റയോ ഗാമയോ
342 ഹെഡ്സ് ആയിട്ടേ പോകുള്ളൂ. അപ്പോൾ ബ്രേവോയിൽ പോകുന്നില്ല. ബ്രേവോ അതാണ് റൈറ്റ് സെക്ഷൻ. ഇത് ഒത്തിരി പറയേണ്ട സയൻസാണ്. ബ്രേവോ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മൂക്കിനെ, അതായത് മൂക്കിൽ കൂടി 2 ചെവി, 2 കണ്ണ്, 2 ചെവി, എല്ലാം 2 കൈകൾ, 2 കാലിങ്ങനെയല്ല വന്നത്. ഇപ്പൊ ഡിവൈഡ് ചെയ്യാം. ഇടത് സൈഡ് ബ്രേവോ. ഇവിടെ സങ്കല്പം കൊടുക്കാൻ പറഞ്ഞേക്കാം, നീയത്ത് ചെല്ലാൻ പറഞ്ഞേക്കാം. നീയത്ത് കൊടുക്കുമ്പോൾ, സങ്കല്പമായിട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റി? അതായത് കാൽപ്പനികതയായിട്ട് കൊടുക്കാൻ പറഞ്ഞാണ്. അത് ഈ നിമിഷം, ഓർമ്മയായിട്ടല്ല കൊടുക്കാൻ പറയണം, സ്മൃതി മണ്ഡലമായിട്ടല്ല കൊടുക്കാൻ പറഞ്ഞേക്കണം. ഈ നിമിഷത്തിലുള്ള സംഭവമായിട്ട് ഞാൻ ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ ഈ രീതിയിൽ അനുഷ്ഠിക്കുന്നു എന്നുള്ള നോമ്പ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാട്ടോ, ആ നീയത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറ്റും? ഈ ഇടത് സൈഡ് ആയില്ല വർക്ക് ചെയ്യണേ, ബ്രേവോല ആവില്ല പോകുന്നത്. ഒന്നല്ലേ ആൽഫ, അല്ലെങ്കിൽ തീറ്റ, അല്ലെങ്കിൽ ഡെൽറ്റ, വീണ്ടും ഗാമയിലേക്ക് വരും. തേർഡ് ഐ, അതായത് ഉൾബോധത്തിലേക്ക് വരും. അത് യൂണിവേഴ്സുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു തരംഗം പോയാൽ എന്ത് പറ്റും? ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആ നീയത്ത് പോയാൽ അത് കൺവെന്റിന് നടന്നളേ. ആ രീതിയിലുള്ള ഒരു നീയത്ത് കൊടുക്കുകയാണ്. മഴ നിൽക്കുന്ന മഴ നിൽക്കും. കാരണം അതിന്റെ സയൻസ് അങ്ങനെയാണ് അതിന്റെ പിന്നിൽ. കാരണം ഈ മഴ എന്താണെന്ന് അറിയണം. മഴ നിന്ന് തന്നെ മഴയെന്നല്ല, ഞാനതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ, മഴ നിർത്തുന്ന കാര്യമല്ല പറഞ്ഞു തന്നെ. നമ്മൾ ഒരു സംഭവം വിചാരിക്കുന്നു, അത് ഊർജമാണ് ആദ്യം അറിഞ്ഞിരിക്കണം. ഈ പ്രപഞ്ചം അദൃശ്യമാണ്, അത് ഊർജ ലോകമാണ്, അതിനിഗൂഢതയാണ്, ഊർജത്തിനും അതീതമായിട്ട് കിടക്കാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ അതേ ട്രാക്കിൽ നിന്ന് കൊടുക്കുന്ന നീയത്താണ് നീയത്ത് എന്ന് പറയുന്നത്. അതേ ട്രാക്കിൽ കൊടുക്കുന്ന സങ്കല്പമാണ് നീയത്ത്. അതുകൊണ്ടാണ് ഖുർആനിൽ എവിടെയും വിട്ടിട്ടില്ല, എവിടെ നീയത്ത് ചെല്ലാതെ നീ ചെയ്താൽ അതിന് ഗുണം കിട്ടില്ല. ഒരു കാര്യം, കാരണം നീയത്ത് ബിലീവ്നെസ്സിലേക്ക് കിടക്കും. വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? വിശ്വാസം, ഇവിടെ ബിലീവ്നെസ് വെറും വിശ്വാസമല്ല. ഈ വിശ്വാസവും സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ തേടല. നീ അതിനെ വിശ്വസിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു സംഭവം ഉണ്ട്, സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ നാളെ ഓക്കെയാണ്, അത് ഇനി തേടേണ്ട കാര്യമല്ല അല്ലേ? അപ്പൊ ഒരു സംഭവം ഇവിടെ ഉണ്ട്, അതിന് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ആളും വിട്ടി, പറയുന്ന ആളും വിട്ടി. കാരണം ഒരു സംഭവം നിറഞ്ഞു നിൽക്കുക, ഗുണാതീതമായിട്ട്, കാലാതീതമായിട്ട്, ആണുമല്ല പെണ്ണുമല്ല ഗുണമല്ല ഒന്നുമല്ല, എന്ത് കൊടുത്താലും തിരിച്ചു തരും. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിൽ നിന്നിട്ട് റിയലൈസ് ചെയ്യുന്നതാണ് നീയത്ത്. അതായത് അനുഭവിച്ചിട്ടുള്ള സങ്കല്പം. അത് ഈ പ്രസന്റിലേ പോവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ പ്രസന്റിൽ അത് പോവുള്ളൂ. കഴിഞ്ഞ കാലഘട്ടത്തിലോ വരാൻ പോകുന്ന കാലഘട്ടത്തിലോ ആ നീയത്ത് പോവില്ല. അങ്ങനെ പോകുന്ന നീയത്ത് കറക്റ്റ് ആയിരിക്കില്ല. നമ്മുടെ അശ്രദ്ധയായിരിക്കും അതിൽ കയറി കൂടണേ. ഇപ്പൊ എന്തോ അലക്ഷ്യമായിട്ട് ചിന്തകളുടെ ഫാക്ടറിയാണല്ലോ ബ്രെയിൻ. ആ ചിന്തകളിൽ നിന്നിട്ട് നിങ്ങൾ ഒരു നോമ്പിന്റെ നീയത്ത് ചെയ്യാതെ ഗുണം ഉണ്ടാവില്ല. സംശയം വേണ്ട, ഗുണം കിട്ടില്ല. കാരണം അത് മാത്രമേ വരാവുള്ളൂ. ആ ഫോക്കസിയും ഏകാഗ്രതയും ഈ നിമിഷവും. എന്തൊക്കെ വരണം? ഈ നിമിഷമായിരിക്കണം, ഏകാഗ്രതയായിരിക്കണം. ഈ നീയത്ത് ചെല്ലുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും മറക്കേണ്ടത് ആവശ്യമാണ്. അത് മാത്രം. അപ്പോൾ അത് ഗാമയിലോ തീറ്റയിലോ ഡെൽറ്റയിലോ ഈ സയൻസ് പറഞ്ഞ കണ്ടുപിടിക്കാത്ത ഫ്രീക്വൻസിയിലേക്ക് കിടക്കും. അതിലേക്ക് കിടക്കുമ്പോൾ സൃഷ്ടാവുമായിട്ടുള്ള ലയനം സ്പോട്ടിൽ നടത്തണം. അതായത് സൃഷ്ടി പ്രപഞ്ചവുമായിട്ട്. അതുകൊണ്ടാണ് നീയത്ത് ഊട്ടാൻ നീളം പറഞ്ഞു വെച്ചേക്കല്ലേ. എല്ലാ പേജിലും ഉണ്ടല്ലോ. ആദ്യമല്ലേ എന്ത് ചെയ്താലും ബസ്സിൽ കയറുമ്പോൾ വരെ ചെയ്യാനാ പറഞ്ഞേക്കണേ. നീയത്ത് ചെല്ലും, ഇറങ്ങുമ്പോഴും നീയത്ത്. അപ്പോൾ ആൾക്കാർ എന്തിനേയും നീയത്ത് ഈ മാതിരി കൊടുത്തേക്കണം. അപ്പൊ നീയത്തിന്റെ സയൻസ് അറിയണം. നീയത്ത് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ ഏകാഗ്രതമായിട്ട് എല്ലാം മറന്നിട്ടുള്ള അനുഭവത്തിൽ കൂടിയുള്ള സങ്കല്പമാണ് നീയത്തെന്ന വേട്. അതിൽ കൂടി അത് കൺമുന്നിൽ നടത്തണം. ആ നീയത്ത് എന്തായാലും അതിലുള്ള സാധ്യത അതിവിപുലമാണ്. അതെപ്പോ നടക്കുന്നൊന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് എന്ത് തന്നെ ആയാലും. അപ്പോൾ അതിനെയാണ് അതുകൊണ്ടാണ് ആ ഉന്നത തലങ്ങളിൽ നിന്ന് അത് ചിന്തിച്ചാലേ, അത് ഒരു സാധാരണ ഒരു താഴ്ന്ന തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ നീയത്ത് എന്താന്ന് പിടികിട്ടും. അപ്പോൾ അതൊരു ക്വാണ്ടം ഫിസിക്സിന്റെ ആ തലത്തിലേക്ക് ക്വാണ്ടം ഫിസിക്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ വീട് കേട്ടോ. ശരി.